തീപ്പെട്ടി. അല്ല മറ്റേ കാര്യം എന്താ? ഒരു ചായ പോലും കുടിക്കായിരുന്നു പണിയുന്നുണ്ടില്ലേ? ബാക്കിയുള്ളവർക്ക് നീ പണി അറിഞ്ഞൂടാ. താനിങ്ങനെ രാവിലെ പോയി കൂനിപ്പിടിച്ചൊന്നും പണിതാലേ ബാക്കിയുള്ളവർക്ക് അതിന്റെ കേട്. പുത്തനച്ച് പെരപ്പുറം അടിക്കാന്ന് പറഞ്ഞ പോലെ പണിയട്ടെ, കുറെ കഴിയുമ്പോ മാറും. അപ്പഴേ നാളെ യൂണിയനിൽ ചേർന്നോളണം. എന്തിനാണോ ചോദിക്കുന്നത്? നാളെ രസീത് എഴുതി കൊടുത്ത് കാശ് വാങ്ങിക്കേ. അതാ അതിന്റെ ശരി. എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്ക ജ്യൂസ് തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയൂ തന്നെ തിന്നറത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം കറി പോലും കൊടുക്കരുതെന്നാ. ഇന്ന വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ട പണ്ടാരം. ഒരു ജിലേബി തിക്കുവേ, എന്നാ ഒരു ലഡു തിക്കുവേ. ലഡുവിന് മധുരം കുറവുണ്ട് കണ്ണാ. ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തുപോകും കണ്ണാ. നീ സത്തുപോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടല്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പഠിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്ക ജ്യൂസ് കുടിക്കേ. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറ്. ആറോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ് ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇറക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ്. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറെ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം എന്താ ശരിയല്ലേ? സാരി എന്റെ സെലക്ഷൻ സാറിന് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇതല്ല പറഞ്ഞത്. ഇതൊരുമാതിരി പാണ്ടിക്കാർ കൊടുക്കുന്ന പോലെ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അപ്പൊ സാറിന് വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങി, വേണമെങ്കിൽ എടുത്താൽ മതി. എത്ര നേരമായി ഇവിടെ ഒന്നും പോയിട്ട്? എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അച്ഛാ, വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ടാ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് പോയാ എപ്പോഴാച്ചാ വഴി കിടക്കാത്തത്? ആ പോലീസ് ജീപ്പിൽ പോയാ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് പേഴ്സണൽ കാര്യത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല. ഓ, അച്ഛന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ ഓരോരോ ഉദ്യോഗസ്ഥന്മാര് മലക്കറിയും മീനും വാങ്ങിക്കാനാ ജീപ്പ് ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അച്ഛൻ അത്രക്കാനല്ല മോളെ. TC 745 നമ്പർ ബസ് ഏതാനും സമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. 10:55 ചങ്ങനാശ്ശേരി വഴി മാവേലിക്കരയ്ക്ക് പോകേണ്ട ബസ് ഇന്നുണ്ടായിരിക്കുന്നതല്ല. 11:45 ചേർത്തല വഴി ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്ന മാസ് പാസഞ്ചർ ബസിന്റെ കൂപ്പൺ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ എവിടെയാണ് നിന്റെ താമസം?
അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. നോക്കി നിൽക്കണത് എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നോക്കട്ടെ. കാണിക്കൂ. ഇത് പുതിയ ഡിസൈനാണ്. ഇത് എത്ര പവനാ? 4 പവനാണ്. 4. അറ ശ്രീനിവാസൻ, നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത് പണ്ടാറം. എന്നാലും നല്ല പയ്യൻ. അവനെ വിളിക്കൂ, അവന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. മഹറി, എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. ഇത് മതി, നോക്കി നോക്കി ഇഷ്ടമായോ? നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? ഉണ്ട്, അകത്തുണ്ട്. പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മവും, നീ ഇതുവരെ എവിടെ ആയിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ ഇതെങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടുമ്പോൾ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടുമ്പോൾ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ സത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ചാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നത് ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാറ്? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വര പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുപോലെ ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി കണ്ടിട്ടെന്ന് പറയാനാ. ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി. താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ. വരിസംഖ്യ ബസ്സിനെ ചേർത്തെ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം.